ഹലോ, ഇന്നലെ ഞാൻ ഇച്ചിരി വീഡിയോ എടുത്തിട്ട് അവിടെ അത് കുറച്ച് കിടക്കുന്നു. അങ്ങനെ ഒന്നും മുഴിപ്പിക്കാൻ പറ്റിയിട്ടില്ല. ഇന്നലെ അല്ല, മിനിഞ്ഞാന്ന്. കണ്ടേ, ഇന്ന് ഇവിടുത്തെ മൂത്ത സന്തതി കേക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. കേക്ക് ഞാൻ ഉണ്ടാക്കുമല്ല, ഇവിടുത്തെ മൂത്ത മോൻ. ഇത് പഴത്തിൻ്റെ കേക്കാണ് കേട്ടോ. ഞാൻ കാണിച്ചു തരാം അവൻ ഒഴിക്കുന്നേക്കാം. ഉണ്ടോ, ബട്ടറിൻ്റെ പേപ്പറാന്ന് തോന്നുന്നു. അതൊക്കെ ഇട്ട് സെറ്റാക്കുകയാണ് ആള്. അങ്ങനെ അണ്ടിപ്പരിപ്പ് എടുത്തേക്ക്. പക്ഷേ ഇത് അണ്ടിപ്പരിപ്പ് ഇങ്ങനെ വെച്ചാൽ താന്ന് പോയി. ഇവിടെ കഴിഞ്ഞിട്ട് വെക്കുന്നതായിരുന്നു നല്ലത്. അങ്ങനെ ഞങ്ങളുടെ 2025 ഇന്ന് ലാസ്റ്റത്തെ കേക്ക് ഉണ്ടാക്കലാണിത്. ലിയോയ്ക്ക് ഭാഗ്യമുണ്ട്. അണ്ടിപ്പരിപ്പ് പിറക്കിയിട്ടപ്പോൾ നിലത്ത് പോയി. കണ്ടോ, എല്ലാവരുടെ ഇടയ്ക്ക് കയറി ഇരിപ്പുണ്ട് ഒരുത്തൻ, എല്ലാം എടുക്കാനായിട്ട്. എന്താ, ഇനി ഇത് എടുത്ത് വയ്ക്കാൻ പോവുകയാണ്. ഓവനകത്ത് വെക്കണം. ഓവൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അവിടെയും ആ ലിയോ വന്ന് നിൽക്കും. ആരെവിടെ ഉണ്ടോ അവിടെ ലിയോ. സൂക്ഷിച്ചു കൊണ്ടുപോയോ. വെച്ചിട്ടുണ്ട്. നമ്മൾ അടയ്ക്കാം. എത്ര മിനിറ്റ് വെച്ചു മോനെ? നമ്മൾ 45 മിനിറ്റ് വെച്ച് നോക്കി കൊടുക്കാം. അത് കഴിയുമ്പോൾ എങ്ങനെ ആയെന്ന് നോക്കിയിട്ട് നമുക്ക് സമയം കിട്ടാം. ശരി. 150 ഡിഗ്രിയിൽ 45 മിനിറ്റ് വെച്ചു. ലിയോ, കേക്ക് തിന്നാൻ നിൽക്കുകയാണോ ലിയോ? ലിയോ ലിയോ അങ്ങ് വാലാട്ടുന്നുണ്ടല്ലോ. എൻ്റെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചൂട് കാരണം ഇളക്കാൻ പറ്റാതിരിക്കുക. 40 മിനിറ്റ് വെച്ചിട്ട് അത് നോക്കിയപ്പോൾ വെന്തില്ലായിരുന്നു. 10 മിനിറ്റ് കൂടെ വെച്ചിട്ടുണ്ട്. ചൂട് കാരണം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി തണുത്തിട്ട് വേണം ഇളക്കാൻ. പേപ്പർ ഇട്ടുകൊണ്ട് ഇളകിയൊക്കെ വരുന്നുണ്ട്. കേക്ക് തിന്നാൻ റെഡി ആയിട്ട് ഒരാളിരിക്കുന്നുണ്ട് ഇവിടെ. കേക്ക് തിന്നാൻ റെഡി ആയിട്ടിരിക്കുക അല്ലേടാ? ഉറക്കം കഴിഞ്ഞോ കുഞ്ഞിൻ്റെ? ഞാൻ അവിടെ ഒന്ന് ഇരുന്നത് അയച്ചിരുന്നേരം. അപ്പം അവനവിടെ കിടന്നങ്ങ് ഉറങ്ങിയത്. എന്താ, ഓ, ഇന്നലെ ഞങ്ങൾ ന്യൂ ഇയർ ആയിട്ട് പള്ളിയിൽ പോയിട്ടുണ്ടായിരുന്നു. രാത്രി പാതിര കുർബാന ഉണ്ടായിരുന്നു. അതിനൊക്കെ പോയി. ഞാൻ പള്ളിയിലെ കുറച്ച് വീഡിയോ എടുത്തിട്ടുണ്ട്. അത് ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ടോ എന്നൊന്നും എനിക്കറിയത്തില്ല. ഞാനിതിനകത്ത് ചേർക്കാൻ പറ്റുമോ നോക്കാം. പക്ഷേ എൻ്റെ ഫോണാണോ കുഴപ്പം, എൻ്റെ പിടുത്തമാണോ കുഴപ്പമൊന്നും എനിക്കറിയത്തില്ല. അപ്പം അത് പറ്റിയില്ല. കപ്പ ബിരിയാണി കാണിച്ചു തരാവേ. വൃത്തിയാക്കണം ഇനി. എൻ്റെ കപ്പ ബിരിയാണി ശരിയാക്കി വെച്ചിട്ടുണ്ട്. എല്ലും കപ്പയെന്ന് പറയാം. അന്ന് ഞാൻ ബർത്ത്ഡേയുടെ കാണിച്ചില്ലേ, ബീഫാണ് കേട്ടോ കേൾക്കുന്നത്. കോട്ടയത്തുകാരുടെയൊക്കെ ഫേവറേറ്റ് അല്ലേ. ഇപ്പം അവർ നീന്തലൊക്കെ കഴിഞ്ഞിട്ട് വന്ന് ഒരു പിടിക്കും കേട്ടോ. നിങ്ങൾക്കൊക്കെ എന്തായിരുന്നു സ്പെഷ്യൽ ന്യൂ ഇയർ ആയിട്ട്? നമ്മളിതൊക്കെ സ്പെഷ്യൽ വയ്ക്കുമ്പോൾ ഒന്നും വയ്ക്കാത്ത വീടുകളും ഉണ്ട്. അതും എനിക്കറിയാം. നമ്മളൊക്കെ ആ കൂട്ടത്തിലൊക്കെ തന്നെയാണ്. അല്ലാതെ വലിയ ഇതൊന്നും ഉള്ളതല്ല. എല്ലാവർക്കും ഈ പ്രാവശ്യം നല്ലതാവട്ടെ. കഴിഞ്ഞ വർഷം ബുദ്ധിമുട്ടുള്ളവർക്കെല്ലാം ഈ പ്രാവശ്യം നല്ലതായി വരട്ടെ എന്ന് വെച്ച് കഴിഞ്ഞ പ്രാവശ്യം നല്ലതായവർക്ക് ചീത്തയാവണമെന്നല്ല, എല്ലാവർക്കും നല്ലതാവട്ടെ എന്നാണ്. ഇത് കണ്ടോ, ബീഫ് ഉലത്തിയതാണ്. ഇതൊക്കെ എനിക്ക് വീഡിയോ ഇടണമെന്നുണ്ടായിരുന്നു, പറ്റിയില്ല.
ബീഫ് ഒലത്തി വെച്ചിരിക്കുകയാണ്. അത് പക്ഷേ രാവിലെ മക്കൾ ചിക്കൻ്റെ കൂടെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വേണ്ടേ ചിക്കൻ കറിയും, ഞാൻ വറുത്തരച്ച ചിക്കൻ കറിയായിരുന്നു അപ്പത്തിൻ്റെ കൂടെ. വേണ്ടേ കേക്ക് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. അത് ഫുള്ളൊന്നും എടുത്തില്ല, എന്നാലും കുറച്ച്. ആ കേക്കാണ്. സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ, സൂപ്പറായിരുന്നു. നല്ല കേക്കായിരുന്നു. പഴമൊക്കെ വെച്ചിട്ടുള്ളതായിരുന്നു. മൂത്ത മോനും ഞാനും കൂടെ ഒക്കെ ചേർന്ന് ചെയ്തതാണ്. നല്ല സൂപ്പർ കേക്കായിരുന്നു. വേണ്ടേ അയ്യോ, പുതിയ വർഷമായി. നമ്മൾ കഴിഞ്ഞ വർഷമാണ് യൂട്യൂബ് തുടങ്ങിയത്. അത് ലാസ്റ്റാണ് ഞങ്ങൾ തുടങ്ങിയത്. പുതിയ വർഷത്തിലേക്ക് ഞങ്ങൾ കടന്ന്. ഞങ്ങളെ നല്ലതുപോലെ ഈ വർഷം നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം, പ്രോത്സാഹിപ്പിക്കണം, ഞങ്ങളുടെ കൂടെ നിൽക്കണം, ഫാമിലിയിൽ അംഗമാക്കണം. ഉറക്കം തൂങ്ങാതിരുന്ന് പറയണല്ലയോ. പിന്നെ എല്ലാവരും എന്തോ പറയുന്നേ, ഞങ്ങളുടെ ഇവിടെ ഭയങ്കര തണുപ്പാണേ അല്ലല്ലയോ. പിന്നെ ഇവിടെ വന്ന മക്കളെല്ലാം ഒരാൾ നാളെ പോവും, ഒരാൾ 4-ാം തീയതിയാണെന്ന് തോന്നുന്നു പോവും. അങ്ങനെ എല്ലാവരും പോയി. ഞങ്ങൾ പിന്നെയും 2 കുഞ്ഞുകുട്ടിയും ഞാനും ലിയോയും ചേച്ചിയും മാത്രമാവും ഇവിടെ അല്ലേ ലിയോ. അപ്പം നിങ്ങളുടെ അടുത്ത് ഞാൻ ഇതിലും കൂടുതൽ വീഡിയോസും ഒക്കെ ആയിട്ട് വരുന്നതായിരിക്കും അല്ലേ. അപ്പോൾ ഞാൻ വൈൻഡപ്പ് ചെയ്യട്ടെ. നമുക്ക് നല്ല വിഷമമുള്ള ഓരോ കാര്യങ്ങളും നല്ല സന്തോഷമുള്ള കാര്യങ്ങളും ഒക്കെയാണല്ലോ. കഴിഞ്ഞ വർഷത്തെ വിഷമങ്ങളെല്ലാം നമ്മൾ ഒന്ന് ചിന്തിച്ച് കളഞ്ഞിനി നല്ല സന്തോഷം വരണേ, നല്ല സമയമായിരിക്കണേ എന്ന് വിചാരിക്കുക. ആ പഴയ വിഷമങ്ങൾ ഒന്ന് ഇരിക്കാതിരിക്കുക. ഈ വർഷം നല്ലയാവാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പോഴും നല്ലതായിട്ട് വരും. നമ്മൾ ആ പ്രതീക്ഷ കൈവിടാതെ എല്ലാവരും സന്തോഷമായിട്ട് പോവുക. പിന്നെ എനിക്ക് ഒരു റിക്വസ്റ്റ് പറയാനുണ്ട്. എൻ്റെ മോടെ പരീക്ഷയുണ്ട് ജനുവരി 17-ന്. ഇപ്പോഴേ ഞാൻ പറയുവാണ്, എൻ്റെ വീഡിയോ കാണുന്ന നിങ്ങളുടെ കുടുംബത്തിലാക്കിയിട്ടുള്ളവർ ഒന്ന് പ്രാർത്ഥിക്കണം. അതിന് ഭയങ്കര പേടിയാണ് ഇപ്രാവശ്യം പരീക്ഷയ്ക്ക്. അതുകൊണ്ട് അവളെ ഒന്ന് ഹെൽപ്പ് ചെയ്യുക, ദൈവത്തോട് പ്രാർത്ഥിക്കുക. നമുക്ക് ആർക്കും ഒന്നും കൊടുത്ത് നിറയ്ക്കാനോ സന്തോഷിപ്പിക്കാനോ ഒന്നും പറ്റത്തില്ല. പക്ഷേ പ്രാർത്ഥന അതൊക്കെ തന്നെയാണ് വലിയ കാര്യം. അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ വീഡിയോ കാണുന്ന എല്ലാവരും എൻ്റെ ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ഫാമിലിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നതായിരിക്കും. അപ്പോൾ ഹാപ്പി ന്യൂ ഇയർ. അയ്യോ, ഹാപ്പി ന്യൂ ഇയർ എങ്ങനെയാ പറയുന്നേ? ഹാപ്പി ന്യൂ ഇയർ പറയൂ. പറഞ്ഞേ ഒന്ന് പറഞ്ഞേ. ഞങ്ങളുടെ ഇവിടെ ഭയങ്കര സൗണ്ടായിരുന്നു ഇത്രയും ദിവസം. ഇന്നിപ്പോൾ ഇവർ പുറത്ത് പോയോണ്ടാ. ഇപ്പം എല്ലാവരും എത്തും. എനിക്ക് കുറച്ചുകൂടെ ജോലിയുണ്ട്. കിച്ചണൊക്കെ നല്ലോണം ക്ലീൻ ചെയ്യാനുണ്ട്. തുണിയൊക്കെ കുറേ വിരിക്കാനും പറക്കാനും ഒക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ വീഡിയോകൾ കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും പറഞ്ഞ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുക, നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഓരോ ഹെൽപ്പും സപ്പോർട്ടും ഞങ്ങൾക്ക് ഒത്തിരി ആവശ്യമാണ്. എന്തെന്ന് വെച്ചാൽ എനിക്ക് വേറൊന്നും കൊണ്ടല്ല, നിങ്ങളുമായിട്ട് കഥ പറയാൻ തന്നെ നിങ്ങൾ എൻ്റെ വീഡിയോ കാണുകയും അതിനുള്ള മറുപടികളൊക്കെ പറയുകയൊക്കെ ചെയ്യുമ്പോഴല്ലേ കുറേ കൂടെ ഉത്സാഹമാവുന്നത്. അതൊക്കെയാണേ. അപ്പോൾ ശരി, എല്ലാവർക്കും ഒന്നും കൂടെ പുതുവത്സരാശംസകൾ.